വെൽക്കം ബാക്ക് ടു ഹോം ബേക്കിംഗ്. ഇന്ന് നമ്മളൊരു ഹമൂറിൻ്റെ ഹെഡ് പോർഷൻ വെച്ചുള്ള ഒരു ഡിഷാണ്, അതായത് ഗ്രിൽഡ് ഹമൂറാണ് ചെയ്യണത്. അതിനുവേണ്ടി തലേദിവസം തന്നെ നമ്മളതിൽ ജസ്റ്റ് റെഡ് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, സോൾട്ട്, കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇന്ന് ഞാനതെടുത്ത് അതിൽ വീണ്ടും നമ്മുടെ കുരുമുളക് പൊടിച്ചത്, അതുപോലെ ജിഞ്ചർ, ഗാർലിക്, ഷാലറ്റ്സ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി കുറച്ച് സോൾട്ട് കൂടെ ചേർത്തിട്ട് ഒന്ന് ആവശ്യമെങ്കിൽ വിനീഗർ ചേർക്കാം. നന്നായിട്ട് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹാർഡായി, എന്തായാലും ഇതിൻ്റെ ഈ ഒരു തൊലി ഭാഗം എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്തേക്ക് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി അപ്പുറം ഭാഗവും, അതായത് ആ ഹെഡ് പോർഷൻ്റെ ഒരു വൺ സൈഡ് മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉൾഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അതായത് ആ ഒരു എന്താ പറയുക, ചുണ്ടും പല്ലും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണത്. അതിലൊരുപാട് മീറ്റ് കണ്ടൻറ്റ് ഉള്ള ഭാഗം തന്നെയാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഈ ഒരു പെപ്പറായിട്ടുള്ള മിക്സ് നന്നായിട്ട് റബ്ബ് ചെയ്ത് പിടിപ്പിക്കാം. തലേദിവസം തന്നെ ആ ഒരു ചില്ലി പൗഡറൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചത് നല്ല കട്ടിയുള്ള ഫിഷാണ്, അത്യാവശ്യം ഫ്ലഷ് കൂടുതലുണ്ട്. അപ്പോൾ ഒന്ന് ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ബാക്കി സെറ്റിങ്സൊക്കെ ചെയ്ത് വെക്കാം. നന്നായിട്ട് കനൽ റെഡി ആയിട്ട് വേണം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ. കനലൊക്കെ റെഡിയാണ്. ഒരുപാട് യാതൊരു കൂടുതൽ വർക്കുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതൊക്കെ. പിന്നെ ഈ ഹമൂർ പോലുള്ള ഫിഷുകൾക്കൊക്കെ ഒരുപാട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് കളയാണ്ടിരിക്കുക. ചെറിയൊരു മാരിനേറ്റ് ചെയ്താൽ മതി, ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രില്ല് വെച്ച് അതിന് മുകളിൽ ഒരു ഹെഡ് ഭാഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ സാവധാനം ഗ്രില്ല് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല തിക്കാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ അതിൻ്റെ ആ ഒരു മീറ്റ്, ആ ഒരു സ്കിൻ ഭാഗം പെട്ടെന്ന് ബേണായി പോവുകയുള്ളൂ, ഉള്ളിലേക്ക് കുക്കായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ സാവധാനം കുറഞ്ഞ കനലിൽ വേണം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളൊന്ന് ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് മറിച്ച് കൊടുക്കുക. അപ്പുറത്തെ സൈഡും കുക്കായിട്ട് വരും. അങ്ങനെ ഒരു 2-3 തവണ നമ്മൾ തിരിച്ചും മറിച്ചും വെച്ചിട്ട് വേണം അതിനെ ഗ്രില്ല് ചെയ്തെടുക്കാൻ. എന്തായാലും ഈ കട്ടിയുള്ള തൊലി ഭാഗം ജസ്റ്റ് ഒന്ന് ബേണായിട്ട് വരും, അത് കുഴപ്പമില്ല. ആ ഭാഗം നമ്മൾ എന്തായാലും എടുത്ത് കളയുന്നതാണ്, കഴിക്കാൻ പറ്റുന്നതല്ല. നല്ല കട്ടിയിലുള്ള സ്കിന്നാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം, സ്കിന്നുള്ള ഭാഗം നമുക്ക് കൂടുതൽ സമയം കുക്ക് ചെയ്തെടുക്കാം. അല്ലാത്ത ഭാഗം നമ്മൾ കുക്കാകുന്നവരെ, അതായത് മീറ്റ് കുക്കാകുന്ന ആ ഒരു രൂപത്തിൽ വേണം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഹമൂർ കുക്കായിട്ട് വന്നിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാലഡിൻ്റെ കൂടെ ഇതങ്ങ് കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.